പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇറാൻ ഇസ്രായേലിന്റെ GPS സംവിധാനങ്ങൾക്ക് മേൽ കൃത്രിമമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ്. ആധുനിക യുദ്ധമുറകളിൽ സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മിസൈലുകൾ കൃത്യമായി വിക്ഷേപിക്കുന്നതിനും GPS അത്യന്താപേക്ഷിതമാണ്. ഇസ്രായേലിനെ പോലൊരു രാജ്യം തങ്ങളുടെ സുരക്ഷയ്ക്കായി സാങ്കേതിക വിദ്യയെ ഇത്രയധികം ആശ്രയിക്കുമ്പോൾ ആ സാങ്കേതിക വിദ്യയുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന നീക്കമാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് കേവലം ഒരു സാങ്കേതിക തകരാറല്ല, മറിച്ച് യുദ്ധഭൂമിയിലെ മുൻതൂക്കം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ്. ഇസ്രായേലിന്റെ അഭിമാനമായ F-35 യുദ്ധവിമാനങ്ങൾ GPS സിഗ്നലുകൾ ലഭിക്കാതെ വരുമ്പോൾ പ്രതിസന്ധിയിലാകുന്നുവെന്നത് ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ വിമാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന F-35 അതിന്റെ നാവിഗേഷൻ സംവിധാനങ്ങൾക്കും ലക്ഷ്യം നിശ്ചയിക്കുന്നതിനും GPS സിഗ്നലുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. സിഗ്നലുകൾ തടസ്സപ്പെടുമ്പോൾ ഈ വിമാനങ്ങൾ ആകാശത്ത് ദിശയറിയാതെ ഉഴലുന്ന അവസ്ഥയാണ് ഫ്ലൈ ബ്ലൈൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് വിമാനങ്ങളുടെ ആക്രമണശേഷിയെ ഗണ്യമായി കുറയ്ക്കുകയും പൈലറ്റുമാരുടെ സുരക്ഷയെ അപകടത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF-നെ സംബന്ധിച്ചിടത്തോളം ആകാശ യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന മേധാവിത്വം നഷ്ടപ്പെടുന്നത് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ദശാബ്ദങ്ങളായി പശ്ചിമേഷ്യയിലെ ആകാശത്ത് ഇസ്രായേൽ പുലർത്തിയിരുന്ന ആധിപത്യത്തിന് ഇറാന്റെ ഈ ഇലക്ട്രോണിക് വാർഫെയർ തന്ത്രങ്ങൾ കനത്ത ഭീഷണി ഉയർത്തുന്നുണ്ട്. അത്യാധുനിക റഡാറുകളെയും സിഗ്നലുകളെയും നിഷ്പ്രഭമാക്കാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളെ പുനർചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം മണ്ണിൽ നടക്കുന്ന യുദ്ധമല്ല, മറിച്ച് അദൃശ്യമായ തരംഗങ്ങളിലൂടെയുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ഈ നീക്കങ്ങൾ അമേരിക്കയെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലിന് നേരിടുന്ന ഈ പരാജയം അമേരിക്കയുടെ ആഗോള സൈനിക പ്രതിച്ഛായയെ തന്നെ ബാധിച്ചേക്കാം. ഇസ്രായേലിന് നൽകുന്ന ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഇറാന്റെ കുറഞ്ഞ ചിലവിലുള്ള ജാമർ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ പരാജയപ്പെടുന്നത് അമേരിക്കൻ ഭരണകൂടത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. റഷ്യയുടെയും ചൈനയുടെയും സാങ്കേതിക പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കിടയിൽ ശക്തമാണ്. ഡഗ്ലസ് മാക്ഗ്രെഗറെ പോലുള്ള സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യുദ്ധത്തിന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു എന്നതാണ്. വൻകിട ടാങ്കുകളും വിമാനങ്ങളും മാത്രം കൊണ്ട് ഒരു യുദ്ധം ജയിക്കാനാവില്ലെന്നും ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തകർക്കാനുള്ള ശേഷിയാണ് നിർണായകമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. GPS തടസ്സപ്പെടുത്തുന്നതിലൂടെ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ പോലും നിർവീര്യമാക്കാൻ സാധിക്കുമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. മിസൈലുകൾക്ക് കൃത്യമായ പാത കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ പ്രതിരോധ നിര തകരുന്നത് വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കിയേക്കും. ഈ സാഹചര്യം ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സുരക്ഷാ കാര്യങ്ങളിൽ ഇസ്രായേൽ സർക്കാർ പുലർത്തുന്ന ആത്മവിശ്വാസം ഈ തിരിച്ചടിയോടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ശത്രുരാജ്യത്തിന്റെ സാങ്കേതിക മുന്നേറ്റങ്ങളെ മുൻകൂട്ടി കാണാൻ ഇസ്രായേലിന്റെ മൊസാദ് അടക്കമുള്ള ഏജൻസികൾക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനം ശക്തമാകുന്നുണ്ട്. സൈനികമായ തിരിച്ചടികൾ രാഷ്ട്രീയമായ പതനങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇത് വലിയൊരു തന്ത്രപരമായ വിജയമാണ്. നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ശത്രുവിനെ തളർത്താൻ സാധിക്കുമെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. ഇലക്ട്രോണിക് ജാമിംഗ് ഉപയോഗിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ പുതിയൊരു സമവാക്യം ഇറാൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ അജയ്യത എന്ന മിഥ്യാധാരണ ഇതോടെ തകർന്നടിയുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പ്രാദേശിക തർക്കമല്ല. തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളുടെയും പോരായ്മകൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുന്നത് ആയുധ വിപണിയിൽ അമേരിക്കയ്ക്കുള്ള സ്ഥാനത്തെയും ബാധിക്കും. മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ ആയുധങ്ങൾക്ക് പകരം ഇത്തരം ജാമിംഗ് സാങ്കേതിക വിദ്യകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മറ്റ് ബദലുകൾ തേടാൻ ഇത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അതിവേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അമേരിക്കൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ആകാശത്ത് നടക്കുന്നത് വൻ ശക്തികൾ തമ്മിലുള്ള നിഴൽ യുദ്ധത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ സൈനിക ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ മറുഭാഗത്ത് ഇറാൻ അപ്രതീക്ഷിതമായ സാങ്കേതിക നീക്കങ്ങളിലൂടെ അവരെ വെല്ലുവിളിക്കുകയാണ്.
GPS സിഗ്നലുകൾ നഷ്ടപ്പെടുന്നത് വിമാനങ്ങളെ മാത്രമല്ല വാർത്താവിനിമയ സംവിധാനങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇത് യുദ്ധഭൂമിയിലെ സൈനികർ തമ്മിലുള്ള ഏകോപനത്തെ തകർക്കുകയും ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇസ്രായേൽ പാരമ്പര്യ യുദ്ധമുറകളിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സാങ്കേതിക വിദ്യയെ അമിതമായി ആശ്രയിക്കുന്നത് വലിയ അപകടമാണെന്ന് ഈ അനുഭവം പഠിപ്പിക്കുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ പഴയകാല മാപ്പുകളും നാവിഗേഷൻ രീതികളും ഉപയോഗിക്കേണ്ടി വരുന്നത് ആധുനിക സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. പൈലറ്റുമാർക്ക് അത്തരം പരിശീലനങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇറാന്റെ നീക്കങ്ങൾ ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖലയെയും ബാധിച്ചേക്കാം. GPS അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന വിമാന ഗതാഗതവും ചരക്ക് നീക്കവും തടസ്സപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ വാണിജ്യ മേഖലയ്ക്ക് വൻ നഷ്ടമുണ്ടാക്കും. സുരക്ഷിതമല്ലാത്ത ഒരിടത്തേക്ക് വിദേശ നിക്ഷേപങ്ങൾ വരാൻ മടിക്കുന്നതും തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ സൈനികമായ വിജയത്തെക്കാൾ ഉപരിയായി ഇസ്രായേലിനെ സാമ്പത്തികമായും മാനസികമായും തകർക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടാകാം. അമേരിക്കൻ സൈനിക വൃത്തങ്ങളിൽ പടരുന്ന ഈ പരിഭ്രാന്തി ആഗോളതലത്തിൽ പുതിയൊരു ആയുധ മത്സരത്തിന് വഴിയൊരുക്കിയേക്കും. ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ മുൻഗണന നൽകുന്നുണ്ട്. മിസൈലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും പുറമെ അദൃശ്യമായ സൈബർ ആക്രമണങ്ങളും സിഗ്നൽ ജാമിങ്ങും യുദ്ധത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. ഇതിനെ നേരിടാൻ ശേഷിയില്ലാത്ത രാജ്യങ്ങൾ എത്ര വലിയ സൈന്യമുണ്ടെങ്കിലും പരാജയപ്പെടും എന്ന പാഠമാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. ഇസ്രായേലിന്റെ വ്യോമസേനയ്ക്ക് നേരിട്ട ഈ തിരിച്ചടി മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇറാന്റെ കരുത്ത് വർദ്ധിക്കുന്നതും അമേരിക്കയുടെ സ്വാധീനം കുറയുന്നതും പശ്ചിമേഷ്യയിൽ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് വഴിതെളിച്ചേക്കാം. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഇതിനെങ്ങനെ മറുപടി നൽകും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനം. എങ്കിലും ആകാശ യുദ്ധത്തിൽ GPS എന്ന ഘടകം എത്രത്തോളം നിർണായകമാണെന്ന് ഈ സംഭവങ്ങൾ ലോകത്തിന് കാണിച്ചു തരുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം യുദ്ധഭൂമിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ പ്രവചനാതീതമാണ്. ഇറാൻ നടത്തിയ ഈ നീക്കം ഒരു വലിയ മുന്നറിയിപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളെ പോലും ഒരു ചെറിയ സിഗ്നൽ തടസ്സത്തിലൂടെ മുട്ടുകുത്തിക്കാൻ സാധിക്കുമെന്ന് വന്നിരിക്കുകയാണ്. ഡഗ്ലസ് മാക്ഗ്രേഗറുടെ നിരീക്ഷണങ്ങൾ ശരിയാണെങ്കിൽ വരുംകാല യുദ്ധങ്ങൾ വെടിയുണ്ടകൾ കൊണ്ടല്ല, മറിച്ച് അദൃശ്യമായ തരംഗങ്ങൾ കൊണ്ടായിരിക്കും നിയന്ത്രിക്കപ്പെടുക. ഈ സംഭവവികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഇസ്രായേലിന് അവരുടെ തകർന്നടിഞ്ഞ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമോ എന്നും അമേരിക്കയ്ക്ക് തങ്ങളുടെ സഖ്യകക്ഷിയെ സംരക്ഷിക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇലക്ട്രോണിക് സുരക്ഷയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ സംഭവം എടുത്തു കാട്ടിയിരിക്കുകയാണ്.